ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാനല്ല, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാംഡ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തിയറി നമ്മൾ മുന്നേ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാംഡ ഫംഗ്ഷന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് എ ട്രിഗർ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് AWS S3 ബക്കറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. S3 ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോറേജ് സർവീസ്, സിമ്പിൾ സ്റ്റോറേജ് സർവീസ് എന്നാണ് അതിന് പറയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ S3 ബക്കറ്റിനകത്ത് നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്യും, വിച്ച് വി വിൽ യൂസ് ആസ് എ ട്രിഗർ ഫോർ ദ ലാംഡ ഫംഗ്ഷൻ. അങ്ങനെ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ലാംഡ ഫംഗ്ഷൻ വെച്ച് ട്രിഗർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആമസോൺ ക്ലൗഡ് വാച്ച് വെച്ചിട്ട് ഇതിൻ്റെ ലോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്നു. സോ ദിസ് ഈസ് വാട്ട് ദ ഡെമോ ഈസ് ഗോയിങ് ടു ബി. ഓക്കെ, അപ്പോൾ again AWS Lambda function ഒരു ട്രിഗർ വേണം. We are going to have a trigger with file upload and then we will see the demo as such. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഉള്ളത് AWSൻ്റെ കൺസോളിലാണ്. വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഈസ്, ഫസ്റ്റ് വി നീഡ് ടു ക്രിയേറ്റ് ആൻ S3 ബക്കറ്റ്. കാരണം S3 ബക്കറ്റാണല്ല, അപ്ലോഡാണ് നമ്മുടെ ട്രിഗർ എന്ന് പറയുന്ന സാധനം. സോ യു ഗോ ടു S3 ബക്കറ്റ്, ക്ലിക്ക് ഓൺ ദ S3 ബക്കറ്റ്. അവിടെ ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മൾ S3 സെപ്പറേറ്റ് ആയിട്ട് വേറെ പഠിക്കുക, പക്ഷേ വി ആർ നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ഡെപ്ത് ഇൻ ദിസ് വൺ. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ക്രിയേറ്റ് എ ബേസിക് S3 ബക്കറ്റ് ആസ് സച്ച്. സോ അതിന് ക്യാൻസ് ഡെമോ S3 എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു നമ്മൾ. ആൻഡ് ദെൻ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, റെസ്റ്റ് ഓൾ ദ തിങ്സ് വി വിൽ ജസ്റ്റ് കീപ് ഇറ്റ് ആസ് ഡിഫോൾട്ട് ആൻഡ് ദെൻ വി വിൽ ക്രിയേറ്റ് ഇറ്റ്. അഗെയിൻ ഇതിനകത്ത് നമ്മൾ S3 ബക്കറ്റിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെയുണ്ട്. ഫയൽ അപ്ലോഡും കാര്യങ്ങളും കുറേ കൺസെപ്റ്റ്സുകളുണ്ട് S3 ബക്കറ്റിനകത്ത്. പക്ഷേ നമ്മൾ ഈ ലാംഡ ഫംഗ്ഷൻ്റെ കൺസെപ്റ്റിൽ ഓൾ വി നീഡ് ടു ഡു ഈസ് വി ജസ്റ്റ് നീഡ് ടു അപ്ലോഡ് ദി ഫയൽ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ട്രിഗർ. സോ നൗ വി വിൽ ഗോ ബാക്ക് ടു ലാംഡ. എന്നിട്ട് നമ്മൾ ലാംഡ ഫംഗ്ഷനിനകത്ത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. റിമെമ്പർ, ലാംഡന് വേറൊരു പേര് കൂടിയുണ്ട്, ഫംഗ്ഷൻ ആസ് എ സർവീസ്. സോ വിൽ സി, നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അവിടെ ഇടും, എന്നിട്ട് ഹൗ ഇറ്റ് ആക്ച്വലി ബിക്കംസ് ആസ് എ സർവീസ്. ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്റ്റെപ്സ് വൺസ് അഗെയിൻ. ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് വി നീഡ് ടു ഡിഫൈൻ ദ ട്രിഗർ. ഓക്കെ, നമ്മുടെ ട്രിഗർ S3 ബക്കറ്റിൽ അപ്ലോഡാണ്. ദെൻ വി വിൽ റൈറ്റ് ദ കോഡ് റൈറ്റ് ചെയ്യും, വിച്ച് ഈസ് ഇൻസൈഡ് ലാംഡ ഫംഗ്ഷൻ. ആൻഡ് ദെൻ വി വിൽ ഡു എ ക്വിക്ക് ടെസ്റ്റ് ബൈ അപ്ലോഡിംഗ് ദ ഫയൽ ആൻഡ് ദെൻ വി വിൽ ചെക്ക് ഓൾ ദീസ് ലോഗ്സ് ഇൻ ക്ലൗഡ് വാച്ച്. ഓക്കെ, സോ നമ്മൾ S3 ബക്കറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. നൗ ലെറ്റ്സ് ഗോ ആൻഡ് ക്രിയേറ്റ് ദ ലാംഡ ഫംഗ്ഷൻ. വൺസ് അഗെയിൻ സെർച്ച് ഫോർ ലാംഡ, ക്ലിക്ക് ഓൺ ലാംഡ, കം ബാക്ക് ടു ദിസ് വൺ. ലാംഡ ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കണം. അഗൈൻ ഐ എം ഗോയിങ് ടു ഗിവ് ക്യാൻസ് ലാംഡ ഡെമോ എന്ന് പറഞ്ഞ പേരിന്. നമ്മുടെ റൺ ടൈം എൻവയോൺമെൻറ്റ്, റിമെമ്പർ പല റൺ ടൈം എൻവയോൺമെൻറ്റും ലാംഡ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് പൈത്തൺ ആണ്, ബിക്കോസ് ദ കോഡ് വി ആർ ഗോയിങ് ടു യൂസ് ഈസ് ഇൻ പൈത്തൺ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ തിങ്. നൗ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു പേര് കൊടുത്തു ഫംഗ്ഷൻ. നൗ ഈസ് വെയർ വി ആർ ഗോയിങ് ടു ഡിഫൈൻ ഇൻ മോർ ഡീറ്റെയിൽസ്. ഇപ്പം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു ഓപ്ഷൻ, ഓപ്പൺ ഇൻ VS കോഡ്. അതായത് നിങ്ങളുടെ, ഈവൻ ദോ ഇറ്റ്സ് ക്ലൗഡ്, നിങ്ങളുടെ ലോക്കൽ UI നിന്നുകൊണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പിലെ VS കോഡിൽ നിന്ന് നിങ്ങൾക്ക് കോഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ് വിൽ സീ ലേറ്റർ. റൈറ്റ് നൗ ഇറ്റ്സ് മോർ ഓഫ് എ ലാംഡ ഫംഗ്ഷൻ ഡെമോ. സോ നമുക്ക് കോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ എല്ലാ കോഡുകളും ഇടുക. അവിടെ പോകുന്നതിന് മുമ്പിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റസ് കൺഫേം ദ ട്രിഗർ. ഓക്കെ, നമ്മൾ ക്ലിക്ക് ഓൺ ട്രിഗർ. S3 ബക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ S3യുടെ ബക്കറ്റ് സെലക്ട് ചെയ്ത സമയത്ത് S3യുടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ അഗെയിൻ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അണ്ടർസ്റ്റാൻഡ് ദറ്റ് ലാംഡ ക്യാൻ ഇൻറ്റഗ്രേറ്റ് വിത്ത് ഓൾമോസ്റ്റ് എവറി സർവീസസ്. അതാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പല സർവീസുകളുമായിട്ടും ഓൾമോസ്റ്റ് ഓൾ സർവീസസ് ഓഫ് ആമസോൺ AWS you will be able to integrate with Lambda function as a trigger. Okay, but again നമ്മുടെ ഈ ഡെമോനകത്ത് നമ്മൾ S3 ബക്കറ്റ് ഉപയോഗിക്കുന്നു. നമ്മളൊരു ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് പോലെ ചെയ്യുന്ന സമയത്ത് we can do a real one with some compelling, maybe we can use Alexa and stuff like that to talk to it and then make a trigger. So let's go ahead and then select the S3 bucket. So നമ്മൾ S3 സെലക്ട് ചെയ്തതിന് ശേഷം now you have to go and select the S3 bucket that we have created. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത എല്ലാ S3 ബക്കറ്റും കാണിക്കും. ദിസ് വാസ് ദ വൺ വി ഹാവ് ക്രിയേറ്റഡ് ഫോർ ദ ഡെമോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, S3യിലെ എല്ലാ ഫംഗ്ഷനും വേണമോ അതോ സ്പെസിഫിക് ഫംഗ്ഷൻ വേണം? നമ്മൾക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സാമ്പിളിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫയൽ അപ്ലോഡിന് മാത്രമാണ് ഇത് ട്രിഗർ ചെയ്യേണ്ടത്. എല്ലാ ഇതിനും നമുക്ക് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. നൗ പുട്ട് മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. ഇത് റെസ്റ്റ് മെത്തേഡിനകത്തുള്ള വരുന്ന സാധനമാണ്. അതായത് ദർ ആർ മെത്തേഡ്സ് ലൈക്ക് പോസ്റ്റ്, പുട്ട്, ഗെറ്റ്, ഡിലീറ്റ്, പാച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്റ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 5-6 മാത്രമേ ഉള്ളൂ നമുക്ക് അറ്റ്ലീസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം
ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു ഫയൽ അപ്ലോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് ഓഫ് എ പുട്ട് ഫംഗ്ഷൻ ഇൻ ദിസ് വൺ. ഓക്കെ, നമ്മൾ റെസ്റ്റ് API പഠിക്കുന്നത് കാരണം ഇതിനകത്ത് കോഡിങ് അറിയേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ നൗ. റെസ്റ്റ് APIs അറിയേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു വിൽ ലേൺ റെസ്റ്റ് അറ്റ് സം പോയിന്റ് ദാറ്റ്, ബട്ട് റൈറ്റ് നൗ എന്തുകൊണ്ടാണ് ഞാൻ പുട്ട് എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എ കോൾ ഫോർ ഫയൽ അപ്ലോഡ്. അപ്പോൾ അത്രയും മാത്രം ചെയ്താൽ മതി. നമ്മളവിടെ എന്ത് പറഞ്ഞു, S3 ബക്കറ്റ് സെലക്ട് ചെയ്തു, ഏത് S3 ആണ് ഇൻറ്റഗ്രേഷൻ മോഡ്യൂളും സെലക്ട് ചെയ്തു, ഏത് S3യിൽ ഏത് ബക്കറ്റാണ് സെലക്ട് ചെയ്തു, അതിൽ ഫയൽ അപ്ലോഡ് എന്തെങ്കിലും പുട്ട് ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ദെൻ ഐ നീഡ് ദിസ് ടു ബി ട്രിഗേർഡ്. അത്ര മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിന് നമ്മൾ യെസ് ദാറ്റ്സ് ഇറ്റ്, യു ഗോ ആൻഡ് ക്രിയേറ്റ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ട്രിഗർ ഡിഫൈൻ ചെയ്തു. ഓക്കെ, വൺസ് മോർ വാട്ട് വി ഹാവ് ഡൺ ഇസ് ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ലാംഡ ഫംഗ്ഷൻ അത് ട്രിഗർ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് വേണ്ടത്, വി നീഡ് ടു റൈറ്റ് ദ കോഡ്. അതായത് ഈ ലാംഡ ഫംഗ്ഷന്, അതായത് S3 ബക്കറ്റിനകത്ത് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് അഗൈൻ ക്ലൗഡ് വാച്ചിൻ്റെ ലോഗ്സ് നമ്മൾ കാണാം ഇൻ എ മൊമെൻറ്റ്, ബട്ട് ലെറ്റ്സ് ഗോ ഹെഡ് ആൻഡ് ദെൻ ക്രിയേറ്റ് അവർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ S3 ബക്കറ്റിനകത്ത് ഒരു പുട്ട് ഓപ്പറേഷൻ, അതായത് ഫയൽ അപ്ലോഡ് നടക്കുമ്പം ഈ ഫംഗ്ഷൻ ട്രിഗർ ചെയ്യും. ഇനി ബൈ ഡിഫോൾട്ട് ആ റൺ ടൈം എൻവയോൺമെൻറ്റ് പൈത്തൺ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഫംഗ്ഷൻ ഉണ്ട്, ബട്ട് ലെറ്റ്സ് ഗോ ആൻഡ് ദെൻ ഹാവ് അവർ ഓൺ സിമ്പിൾ പൈത്തൺ കോഡ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ S3 ബക്കറ്റിൽ അപ്ലോഡ് ചെയ്ത ഫയൽ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഫയലിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, ഫയലിൻ്റെ പേരും S3 ബക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് സിമ്പിൾ വൺ, റൈറ്റ്? അപ്പം എഗൈൻ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഇത് S3 ബക്കറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഇമേജ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫയൽ ഇമേജ് ഒരു ഇമേജ് സൈസ് സ്പെസിഫിക് സൈസിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ വി ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ് ഫോർ ഡിഫറെൻറ്റ് തിങ്, ബട്ട് റൈറ്റ് നൗ വി ആർ ആക്ച്വലി ഗോയിങ് ടു യൂസ് ഇറ്റ് ഫോർ ജസ്റ്റ് പ്രിൻറ്റിങ്. ഓക്കെ, ഫംഗ്ഷൻ ജസ്റ്റ് വന്നിട്ട് പ്രിൻറ്റ് ചെയ്യും. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം you can actually test it, we can monitor it, but first thing you have to do is deploy. Deploy click ചെയ്ത് കഴിഞ്ഞാൽ okay, that will be successfully deployed. Now the function is ready to get executed whenever there is a trigger. Again, let's go to test. We can do a testing and stuff like that. Most important is monitoring. നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു ക്ലൗഡ് വാച്ച് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഇപ്പം ക്ലിക്ക് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് ആൻ എറർ ബിക്കോസ് നമ്മളൊന്നും ട്രിഗർ ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ലോഗ് സ്ട്രീം എന്ന് പറയുന്ന ഒരു പുതിയൊരു ലോഗ് എൻറ്റിറ്റി, ഒരു ലോഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അത് എറർ തരുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. വെൻ യു ആക്ച്വലി ഡു എ ഫയൽ അപ്ലോഡ് യു വിൽ സീ ദിസ് എറർ വിൽ ഗോ away. ഓക്കെ, സോ നൗ ഇവിടെയും ഈ സ്റ്റാറ്റ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻവൊക്കേഷൻ നടന്നു, ഡ്യൂറേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി S3 ബക്കറ്റ്. നൗ ലെറ്റസ് ടെസ്റ്റ് ഇറ്റ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നുകൊണ്ട് ഒരു ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ ഐ വിൽ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ദെൻ ഐ ക്ലിക്ക് അപ്ലോഡ് ആൻഡ് ഐ വിൽ സെലക്ട് വൺ ഓഫ് ദ ഫയൽസ് ഹിയർ ആൻഡ് ദെൻ ക്ലിക്ക് അപ്ലോഡ്. ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് our expectation is a Lambda function has to get triggered because this upload is a put operation. Okay, so let's wait for it and then let's go back to Lambda now and then we will see what has happened in Lambda. നമ്മൾ Lambda ക്ലിക്ക് ചെയ്ത് ഡാഷ്ബോർഡുകളിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇറ്റ് വിൽ അപ്ഡേറ്റ് ഇൻ എ മൊമെൻറ്റ്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇൻ ദ ക്ലൗഡ് വാച്ച്. ഏർലിയർ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എറർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എറർ വരുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദർ ഇസ് എൻ എൻട്രി. യു ക്യാൻ സീ ദർ ഇസ് എ ന്യൂ എൻട്രി ഇൻ ദ ലോഗ് സ്ട്രീം ആൻഡ് യു ക്യാൻ സീ നമ്മുടെ എക്സാക്ട് ഫയൽ പ്രിൻറ്റ് ചെയ്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫയൽ പ്രിൻറ്റ് ചെയ്യുക, ഫയൽ നെയിം പ്രിൻറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. ഓക്കെ, നൗ ഇത് അഗെയിൻ വി ക്യാൻ എക്സ്പാൻഡ് ദിസ് ടു എനിത്തിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ അഗെയിൻ നമ്മുടെ കൺസെപ്റ്റ് സെക്യൂരിറ്റിയും നെറ്റ്വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ML മോഡലിന് ട്രിഗർ ചെയ്യണം എന്നൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും വിത്ത് എക്സാക്ട് സെയിം സ്റ്റെപ്സ്. നൗ ജസ്റ്റ് ടു കൺക്ലൂഡ്, ലാംഡ ഫംഗ്ഷൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇതിന് മുമ്പിൽ കണ്ടതാണ്. സെർവർലെസ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇവിടെ ഒരു സെർവർ നമ്മൾ ചെയ്തിട്ടില്ല. ഇറ്റ് ജസ്റ്റ് വി കെയിം ഇൻ ആൻഡ് ദെൻ ക്രിയേറ്റഡ് എ function and then it started working. അതുകൊണ്ട് തന്നെ അതിനെ ഫംഗ്ഷൻ ആസ് എ സർവീസ് എന്ന് വിളിക്കും. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് ക്രിയേറ്റിംഗ് എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ആക്ച്വലി ഇമ്മീഡിയറ്റ്ലി വർക്ക്സ് ആൻഡ് എവറിത്തിങ് ഈസ് ആക്ച്വലി ടേക്കൺ കെയർ ബൈ അവർ AWS. ഒരു സ്കേലബിലിറ്റി അത് എത്ര വേണമെങ്കിലും സ്കേലബിൾ ചെയ്യാൻ പറ്റും. അതിന് ഹൈബിലിറ്റി ഈസ് ഓൾസോ അവൈലബിൾ. ഒരു ഇവൻറ്റ് ട്രിഗറിലാണ് നമ്മൾ S3 ബക്കറ്റിൻ്റെ അപ്ലോഡാണ് ഇവൻറ്റ് ട്രിഗറായിട്ട് യൂസ് ചെയ്തത്. അഗൈൻ വൺ ഓഫ് ദ കൺസ്ട്രെയിൻ ഈസ് 15 minutes മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കസ്റ്റം റൺ എൻവയോൺമെൻറ്റ് ഈസ് ഓൾസോ പോസിബിൾ. വി ഹാവ് യൂസ് Python. Integration with all AWS service also we have seen. Again, all programming language. We have seen Node.js, we have seen other programming language. We have used Python only in this one example. Okay.
So that kind of concludes this demo. We will come back and then see some more services in AWS.